അതിവേഗം അസാധ്യമോ എന്ന ചോദ്യത്തിന് അതിവേഗത്തിൽ ഏതായാലും പദ്ധതി സാധ്യമല്ല എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ പ്രഖ്യാപനം, പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വേഗത്തിലൊരു പ്രഖ്യാപനവും പ്രതികരണവും ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഈ ശ്രീധരൻ പറയുന്ന പദ്ധതി എന്നുള്ളത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ അതിവേഗ റെയിൽപാതയാണ്. അതാണ് സാധ്യമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരം കണ്ണൂർ 430 കിലോമീറ്റർ 3.15 കിലോമീറ്റർ കൊണ്ടെത്തും എന്നുള്ളതും 9 മാസത്തിനകം ഇതിന്റെ DPR പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ഓഫീസ് അദ്ദേഹം പൊന്നാനിയിൽ തുറന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് കേന്ദ്രം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിന്റെ നിർമ്മാണ ചെലവ് 1 ലക്ഷം കോടി രൂപയാണ് എന്ന് പറയുന്നു. ഇനി കേരളം ആഗ്രഹിക്കുന്ന കാര്യം തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാതയാണ്. വേഗം മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്ററാണ്. അത് ഈ പറയുന്ന സർക്കാരും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും ചേർന്ന് നിർമ്മിക്കും. നമുക്കറിയാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നേരത്തെ വന്ന വാർത്തകൾക്കിടയിൽ ഇവിടുത്തെ റെയിൽവേ മന്ത്രി പോലും അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്ന് പോലും പറഞ്ഞു. അത്രയ്ക്കും രഹസ്യമായി ഇവിടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നു, KV തോമസുമായി പോയിട്ടാണ് മന്ത്രിയെ കാണുന്നത്. അതിനുശേഷം അതിനുള്ള ഉറപ്പുകൾ ലഭിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ റെയിൽവേ മന്ത്രി പോലും സംസാരിച്ചത്. അപ്പോൾ താരതമ്യേന കുറച്ച് സ്ഥലം എടുത്താൽ മതി, അത് റെയിൽ പൊള്ളിയതുപോലുള്ള സാഹചര്യം വരുന്നില്ല എന്നുള്ളതാണ് അതിന് പറയുന്ന കാര്യം. അത് 4 ഘട്ടങ്ങളായി പൂർത്തിയാക്കുമെന്ന് പറയുന്നു. ആദ്യഘട്ടം തിരുവനന്തപുരം തൃശ്ശൂരാണ്, പിന്നീട് തൃശ്ശൂർ ടു കോഴിക്കോട്, പിന്നെ കോഴിക്കോട് ടു കണ്ണൂർ, പിന്നീട് കണ്ണൂർ ടു കാസർഗോഡ്. ഇപ്പോൾ ഏത് പാത വരുമ്പോഴും കാസർഗോഡിനെ ഒഴിവാക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. കാസർഗോഡും കേരളത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ കണ്ണൂർ വരെ എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നുള്ള വലിയ രീതിയിൽ തന്നെ പ്രതികരണം വന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ അത് ശരിയാണ്, കാസർഗോഡിനെ കൂടി ഉൾപ്പെടുത്തിയാകണം. ശ്രീധരൻ പറയുന്ന കാര്യം നോക്കൂ, ഇത് സംസ്ഥാന സർക്കാരിന് വലിയ തെറ്റിദ്ധാരണയാണ്. ഈ പദ്ധതി എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്ന് അദ്ദേഹം പറയുന്നത് ഈ മണ്ടൻ തീരുമാനം എന്ന് തന്നെ പറയുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ചെറുദൂരങ്ങളിൽ അനുയോജ്യമായ RRTS അതിവേഗ സർവീസിന് പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാങ്കേതികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ബജറ്റിന് തലേ ദിവസം പ്രഖ്യാപിച്ചതിനെ അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ ചോദിക്കുന്നതാണ്. അത് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിന് പിന്നിൽ തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രാരംഭ പ്രവർത്തനത്തിൽ ബജറ്റിൽ 100 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേസമയം അതിവേഗ റെയിൽ ലൈൻ പദ്ധതിയുമായി താൻ മുന്നോട്ട് പോകുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. ഇന്ന് ശ്രീധരൻ കാണിച്ച രാഷ്ട്രീയമല്ലേ? അതെ, രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ശ്രീധരന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് സുനിൽ. ശ്രീധരനും രാഷ്ട്രീയം ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ സമയത്ത് പറഞ്ഞു എന്നത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നു എൻ്റെ പദ്ധതിക്ക് അനുമതിയുണ്ട്, ഞാൻ അതിൻ്റെ പരിപാടികളുമായി DPR പൂർത്തിയാക്കാൻ പോകുന്നു. DPR പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 5-8 മാസമാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ആരൊക്കെയാണ് അപ്പോൾ ഭരണത്തിലുണ്ടാകുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയം വ്യക്തമാണ്, അത് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് KV തോമസ് പറഞ്ഞും കൂടി ഇതിൽ നോക്കണം. KV തോമസ് പറയുന്നത് ശ്രീധരനുമായ തർക്കത്തിനേ ഇല്ല എന്നാണ്. അദ്ദേഹം ഇതിൽ നടുക്ക് നിന്ന് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നു കേരളത്തിന് അതിവേഗ റെയിൽ വേണം. ശ്രീധരൻ്റെ ആശയത്തെ എതിർക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ശ്രീധരന് ഡൽഹിയിൽ സ്വാധീനമുണ്ട്, ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് KV തോമസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് KV തോമസ് തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഇപ്പോൾ 3 കാര്യങ്ങളാണോ, റെയിലും അതിവേഗവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രപ്പോസലും. അപ്പോൾ 3 കാര്യങ്ങൾ ഏതായാലും ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ, ഏതെങ്കിലും ഒന്ന് എന്തായാലും സാധ്യമാണ്. അതിപ്പോൾ നമുക്ക് കാണാം, ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ എടുക്കുന്ന സമയം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം റെയിലിൻ്റെ സമയത്ത് റെയിൽ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പ്രതികരിച്ചു. അതിനുശേഷം നമുക്കറിയാം അപ്പം കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ദൂരത്തെക്കുറിച്ച് നടപ്പിലാക്കാൻ കഴിയും അല്ലേ അന്ന് പറഞ്ഞ പ്രതികരണങ്ങളാണ് ഞാൻ പറയുന്നത്. വേണ്ടിയാകണം സുനിൽ, ജനങ്ങൾക്ക് വേണ്ടിയാകണം. അപ്പോൾ അതൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അതാണ് കേരളീയ കാര്യത്തിൽ സംഭവിച്ചത്. ഈ മഞ്ഞക്കുറ്റിയൊക്കെ പ്രശ്നം ഇതിന് പ്രശ്നമില്ല. ഇന്നിപ്പോ വി ഡി സതീശൻ പറയുന്നുണ്ട് കാസർഗോഡ് നിന്ന് കടലോരം വഴി നമ്മുടെ തീരങ്ങൾ വഴിയുള്ള പുതിയ തീരത്തോട് ചേർന്നുള്ള ഷിപ്പ് സർവീസ് തിരുവനന്തപുരം വരെ. അപ്പം അങ്ങനെയൊരു പുതിയ പ്രോജക്ട്, അങ്ങനെയൊരു പോർട്ട് സിറ്റിയായി കേരളത്തെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആശയം വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നല്ല ആശയമാണ്. കേരളം വികസിക്കട്ടെ, കേരളത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ. വികസന പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. ചൈനയില് ഈ സെമി സ്പീഡ് റെയിൽവേ 1 കിലോമീറ്റർ പണിയാൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 425 കോടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ കൊച്ചി വരെ സ്ഥലമില്ലാതെ
നമുക്ക് എത്ര വേണം? 8,500 കോടി രൂപ മതി. ഞാൻ പറയുന്നത് ഇപ്പം മറ്റത് വെച്ച് നോക്കുമ്പോൾ 65,000 ഹൈവേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, 60,000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് സ്ഥലമില്ലാതെ മൊത്തം 80,000 കോടി പറയുന്നു. പക്ഷേ ഇത് സ്ഥലമില്ലാതെ 8,250 കോടി വഴി തിരുവനന്തപുരം തുടങ്ങി കൊച്ചി വരെ. അപ്പം നമ്മളിപ്പം MC റോഡിന് വേണ്ടി സ്ഥല ഏറ്റെടുപ്പിന് മാറ്റി വെച്ചത് 5,000 കോടിയാണ്. നമ്മൾ 5,000 കോടി കൂടെ കൂട്ടു, ഏകദേശം അത്ര തന്നെയാണല്ലോ. വലിയ വ്യത്യാസമില്ല. അങ്കമാലി തുടങ്ങി തിരുവനന്തപുരം വരെയാണ് MC റോഡ് സ്ഥലം ഏറ്റെടുപ്പിൻ്റെ. അപ്പോൾ ആ 5,000 കൂടെ കൂട്ടി എത്രയാണ്? 8 5 13 13,500 കോടി രൂപയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം വരെ കൊച്ചി വരെ ശരിക്കും നാഷണൽ ഹൈവേ ഈ പറഞ്ഞ അതിവേഗ റെയിൽവേ കൊണ്ടുവരാൻ പറ്റും. അത് സംസ്ഥാനം വിചാരിച്ചാലും നടക്കും. ഞാൻ പറയുന്നത് ഒരു വലിയ ബേർഡൻ വരുന്നില്ല. അത് ആ ഒരു 13,500 കോടി രൂപയുടെ പ്രൊജക്റ്റ് സംസ്ഥാനം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. Meet the editors.